കോഴിക്കോട്ടെ ചാത്തമംഗലം ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഒരു ശക്തനായ യുവ നേതാവിനെയാണ്. കെ ഗണേഷ്. ഗണേഷിനെ പ്രത്യേകം ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പരിചിതനാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ തിരക്കിലാണ്. എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? ഇവിടെ വലിയ ഒരു റെസ്പോൺസാണ് ജനങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. കാരണം നമുക്കറിയാം, ഇതൊരു ഗ്രാമീണ മേഖലയാണ്, കോഴിക്കോടിൻ്റെ ഗ്രാമീണ മേഖലയാണ്, കാർഷിക വൃത്തിയാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ പഞ്ചായത്തിലാണുള്ളത്. 2 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പഞ്ചായത്തിലുണ്ട്. തൊട്ടടുത്ത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് IIM ഉണ്ട് കുന്നമംഗലം പഞ്ചായത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമീണ മേഖലയാണെങ്കിലും വലിയ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ് ഈ ചാത്തമംഗലവും കുന്നമംഗലവും മാവൂരും. കാരണം നമുക്കറിയാം, മാവൂർ ഒരു കാലഘട്ടത്തിൽ വ്യവസായത്തിൻ്റെ ഒരു വലിയ കേന്ദ്രം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ നശിച്ചു കിടക്കുന്നു, നമ്മുടെ ഈ മാവൂർ ഗോളിറൻസൊക്കെ. പക്ഷേ ഇവിടെ വലിയ തോതിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10-11 വർഷക്കാലമായിട്ട് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വലിയ തോതിൽ വികസിച്ചിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ആ വികസനത്തിൻ്റെ ഒരു ഭാഗമാവാൻ നമ്മുടെ ഈ പ്രദേശങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം ഗ്രാമീണ മേഖലയാണ്, കാർഷിക വൃത്തിയാണ്. പക്ഷേ കാർഷിക വൃത്തിയിലൊക്കെ അവർക്ക് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രാദേശിക വികസനങ്ങൾ, റോഡ്, പാലങ്ങൾ, ഇതൊന്നും ഇവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന്, കാരണം NIT-യിലൊക്കെ അത്തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ക്ലബ്ബ് ചെയ്തുകൊണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചെയ്തുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് മുന്നോട്ട് വെക്കുന്നത് ഒറ്റ പ്രധാനപ്പെട്ട കാര്യം: നിങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും ഇത്തരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രാദേശിക വികസനങ്ങൾ പൂർണ്ണമായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നടപ്പിലാക്കും എന്നതാണ് പ്രധാനമായിട്ടും ഞാൻ മുന്നോട്ട് വെക്കുന്നത്. വലിയ തോതിൽ ജനങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. കാരണം പ്രത്യേകിച്ച് വലിയ തോതിൽ സ്ത്രീ ജനങ്ങളൊക്കെ വലിയ തോതിൽ നമ്മുടെ കൂടെ വരുന്നു, പ്രവർത്തിക്കാൻ വരുന്നു. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ CPM-ൻ്റെ ഒരു കോട്ട, ഒരു രാവണൻ കോട്ടകളായിരുന്നു ഇതൊക്കെ. പാർട്ടി എന്നോട് പറഞ്ഞത് അത്തരം രാവണൻ കോട്ടകളെ പൊളിച്ചെടുക്കണം. കാരണം അത് എനിക്ക് ഈ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത്, ഈ സ്ഥലത്തെ ഞാൻ പന്തീരങ്കാവുകാരനാണ്, തൊട്ടടുത്തുള്ള പ്രദേശത്തുകാരനാണ്. പക്ഷേ ഈ പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ആളുകളുടെ റെസ്പോൺസ് കാണുന്ന സമയത്ത് ആ രാവണൻ കോട്ടകളെയൊക്കെ വളരെ സിമ്പിളായിട്ട് പൊളിച്ചെടുക്കാൻ സാധിക്കും. ഒരു ചരിത്രപരമായിട്ടുള്ള വിജയമായിരിക്കും ചാത്തമംഗലം ഡിവിഷനിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടാവുക എന്നത് ഒരു സംശയവും എനിക്കില്ല. അത് LDF ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്നാണ്. തീർച്ചയായും. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ക്ഷേത്ര ദർശനത്തോട് അവിടെ തൊട്ടടുത്ത് പ്രധാനപ്പെട്ട ഒരു ദേവീക്ഷേത്രം, അരീക്കുളങ്ങര ദേവീക്ഷേത്രമുണ്ട്. ഇവിടെ പൂളക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട്. അവിടെയൊക്കെ പോയിരുന്നു. അവിടത്തേക്ക് ഭക്തന്മാർ ആവശ്യപ്പെട്ടത് അടിസ്ഥാനത്തിൽ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ നിന്നൊക്കെ ആളുകളെ കാണുന്ന സമയത്ത്, ശബരിമലയിലൊക്കെ കഴിഞ്ഞ ദിവസം പോയ അമ്മമാരും ഒക്കെ എന്നോട് പറഞ്ഞത്, മകനെ, ഈ കുറേ കാലമായിട്ട് ഞങ്ങൾ ഈ വോട്ട് ചെയ്യുന്നത് CPM-നാണ്, അരിവാൾ ചുറ്റിക കണ്ടാൽ വോട്ട് ചെയ്യുക എന്നതായിരുന്നു ഞങ്ങൾ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ തവണ അതൊരിക്കലും ചെയ്യുകയില്ല. കാരണം ഞങ്ങൾക്ക് ഈ അരിവാൾ ചുറ്റിക കൊണ്ട് ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ ദേവൻ്റെ, അയ്യപ്പൻ്റെയും ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. പക്ഷേ അത് കൊള്ളയടിക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നു. കൊള്ളയടിച്ചോട്ടെ, അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും വരുന്ന ആളുകൾക്ക് കൊടുക്കണ്ടേ, അതുപോലും കൊടുക്കാത്ത ആളുകളാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ പ്രാവശ്യത്തെ വോട്ട് മോനാണ്, ഈ BJPക്ക് മത്സരിക്കുന്ന ആളുകൾക്കാണ് എന്നാണ് ആ അമ്മ പറഞ്ഞത്. അപ്പോൾ അതത്രയും ആളുകളുടെ റെസ്പോൺസാണ് അത് ഉണ്ടായിരിക്കുന്നത്. അതൊരു വലിയ വിജയത്തിൻ്റെ തുടക്കമായിരിക്കും. കാരണം ഇത്തരം ഗ്രാമീണ മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാവും എന്നതാണ് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ബ്ലോക്കിലേക്കും പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന ആളുകളാണ് ഇവർക്കൊക്കെ കിട്ടുന്ന റെസ്പോൺസ് അത്തരത്തിലുള്ള റെസ്പോൺസാണ്. അവർ സജീവമായിട്ട്, കാരണം നിങ്ങൾ ആലോചിച്ചു എത്ര ആൾക്കാരാണ്, എല്ലാ വിഭാഗം യുവാക്കളും സ്ത്രീകളും പ്രായമുള്ള ആൾക്കാരും ഒക്കെ ഇതിലുണ്ട്. സജീവമായിട്ട് ഇവർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നു എന്നത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് നൽകുന്നത്. ഈ ചാത്തമംഗലം ഒരു കാർഷിക മേഖലയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ കർഷകർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മുമ്പും അതൊക്കെ പുറത്തു വന്നതാണ്. അതിനൊക്കെ എങ്ങനെയാണ് അതിന് എല്ലാം നേരിടാം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വലിയ തോതിൽ ഇന്ന് രാജ്യം കാർഷിക മേഖലയിൽ തന്നെ വലിയ തോതിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഇത് കാർഷിക മേഖല തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുന്നുണ്ടോ എന്നതാണ്. അപ്പോൾ വരുമാനം കിട്ടുന്നതിനുള്ള പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നടപ്പിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് വിജയിക്കുകയാണെങ്കിൽ, ഈ ഗ്രാമപഞ്ചായത്ത് BJP ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഉറപ്പ് തരുന്നു, ഇവിടുത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇവിടെ നമുക്കറിയാം മാവൂർ ഗോളിറൻസ്, തീർച്ചയായും അവിടെ ഒരു വലിയ ഒരു IT ഹബ്ബും ഒരു വലിയൊരു പ്രൊജക്റ്റ്, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കാവുന്ന തരത്തിലുള്ള ഒരു വലിയ ഒരു പ്രൊജക്റ്റ് ഇവിടെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് വലിയ തോതിൽ BJP ഒരു പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. മാവൂർ ഗോളിറൻസിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്തിരുന്ന സ്ഥാപനമായിരുന്നു. അതൊന്ന് പൂട്ടിക്കിടക്കുന്നത് വലിയ നിരാശയാണ്. പൂട്ടിക്കിടക്കാൻ പ്രധാന കാരണം ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷ സർക്കാരും തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് ആ
ഇത് മാറ്റിയിട്ട് ഒരു എന്താ പറയുക നമ്മുടെ രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വ്യാവസായിക കേന്ദ്രമായിട്ട് വീണ്ടും മാവൂരിനെയും മാറ്റും. ചാത്തമംഗലത്തെ ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ ടൂറിസം വികസനവുമായി ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഈ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും വലിയ വയലുകളും വാഴത്തോട്ടങ്ങളും നല്ല കണ്ണിന് പച്ചപ്പ് തോന്നുന്ന കാര്യങ്ങളാണ്. ആളുകൾക്ക് ഈ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ കാണാൻ വലിയ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ടൂറിസം പദ്ധതികൾ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതിനുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ടൂറിസം ഹബ്ബും കൂടിയായിട്ട് ഈ പ്രദേശത്തെ മാറ്റും. വാർഡ് വിഭജനം നടന്ന സമയത്ത് വളരെ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇവിടുത്തെ വാർഡ് വിഭജനം എങ്ങനെയെങ്കിലും BJP ബാധിക്കുമോ? CPM വളരെ ആസൂത്രിതപരമായിട്ടാണ് ഇവിടുത്തെ പഞ്ചായത്തുകളിലെ വാർഡുകളൊക്കെ വിഭജിച്ചിരിക്കുന്നത്. അവർ വളരെ എന്താ പറയുക അവർക്ക് വേണ്ടി ജയിക്കാൻ പറ്റുന്ന തരത്തിലാണ് അവർ മുറിച്ചിരിക്കുന്നത്. പക്ഷേ ആ മുറിവൊന്നും ഇപ്രാവശ്യം ഏൽക്കില്ല. കാരണം ജനങ്ങൾ പൊതുവെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജനങ്ങൾ വളരെ അസന്തുഷ്ടരാണ്. കാരണം അവരുടെ അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ച ആളുകളെ ഇനി ഭരണത്തിലിരുത്താൻ സാധിക്കുകയില്ല. അവർക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവണം. അത് നരേന്ദ്രമോദി സർക്കാർ വന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു ഡബിൾ എഞ്ചിൻ അല്ലെങ്കിൽ ട്രിപ്പിൾ എഞ്ചിൻ ഒരു സർക്കാർ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ, റോഡ് വികസിക്കുകയുള്ളൂ. കാരണം ഇത് അനുഭവേദ്യമാണ് ഞങ്ങൾക്കൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു പന്തീരങ്കാവ് നിന്നാണ് ഞാൻ വരുന്നത്. പന്തീരങ്കാവിലെ ഒരു കാലഘട്ടത്തിൽ ഒരു ഗ്രാമീണ പ്രദേശമായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒരു ഭാഗമായിട്ട് നമ്മുടെ കോഴിക്കോട് മാറുമ്പോൾ അതിനനുസരിച്ച് പന്തീരങ്കാവ് മാറുന്നു. പ്രധാന കാരണം എന്താ? റോഡ് വികസനം തന്നെയാണ്. ആ റോഡ് ഉണ്ടാക്കിയതാരാ? നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പോൾ ജനങ്ങൾക്ക് അനുഭവേദ്യമാണ് വികസനം. ആ വികസനം തന്നെയാണ് ഞങ്ങൾ ഈ ചാത്തമംഗലത്തേക്ക്, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രാദേശിക വികസനം, അതായത് അടിസ്ഥാന സൗകര്യ വികസനവും ഗ്രാമീണ കാർഷിക മേഖലയിലെ വികസനവും ഒക്കെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഇത്തവണ എന്തായാലും ചാത്തമംഗലം BJP പിടിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഗണേഷും മറ്റ് സ്ഥാനാർത്ഥികളും. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.